ഗന്ധമാദനത്തിൽ വെച്ച് സഖിമാരോടൊപ്പം കളിയാടി നടന്നപ്പോഴാണ് സതീദേവി ചന്ദ്രദേവനും രോഹിണിയും കൂടി സഞ്ചരിക്കുന്നത് കാണുന്നത്. സതീദേവിയുടെ നിർദ്ദേശമനുസരിച്ച് സഖിയായ വിജയ അവരെവിടേക്ക് പോവുകയാണെന്ന് ചന്ദ്രദേവനോട് ചോദിച്ചു. ദക്ഷൻ നടത്തുന്ന വിശിഷ്ടമായ മഹായാഗത്തിൽ പങ്കെടുക്കാൻ പോവുകയാണെന്ന് വിജയോട് ചന്ദ്രദേവൻ അറിയിച്ചതിനെ തുടർന്ന് വിജയ അത് വന്ന് സതീദേവിയെ ധരിപ്പിച്ചു. സതീദേവി ആകെ ചിന്താധീനയായി. നന്ദി ഉൾപ്പെടുന്ന ഭൂതഗണങ്ങളോടൊപ്പം മഹാദേവൻ ചർച്ച ചെയ്യുന്ന സമയത്താണ് സതീദേവി അവിടേക്ക് എത്തുന്നത്. പതിവില്ലാതെ ദേവി അവിടെ എത്തിയത് കണ്ട് മഹാദേവൻ കാര്യം അന്വേഷിച്ചു. തന്റെ പിതാവായ ദക്ഷൻ നടത്തുന്ന മഹായാഗത്തിനെ പറ്റി അങ്ങ് അറിഞ്ഞില്ലേ? ശിവൻ ഒഴികെയുള്ള എല്ലാ ദൈവങ്ങളും അവിടെ എത്തിയിട്ടുണ്ടത്രേ. എനിക്കും ദക്ഷയാഗത്തിൽ പങ്കെടുക്കണം, അങ്ങും എന്റെ ഒപ്പം വരണം എന്ന് മഹാദേവനോട് സതീദേവി അറിയിച്ചെങ്കിലും ഭഗവാൻ അത് നിരസിക്കുകയാണ് ഉണ്ടായത്. ദക്ഷൻ നിന്റെ പിതാവാണെങ്കിലും നമ്മോട് അദ്ദേഹത്തിന് ഇപ്പോൾ ശത്രുതാഭാവമാണ്. ക്ഷണിക്കാതെ ഒരുവന്റെ വീട്ടിൽ ചെല്ലുന്നത് ഇന്ദ്രനായാൽ പോലും അത് മരണത്തിനു തുല്യമാണ്. അവിടെ എത്തിയ ഋഷിമാരും ദേവന്മാരും തന്നെ ഇപ്പോൾ വളരെ ആശയക്കുഴപ്പത്തിലാണ്. പ്രിയപ്പെട്ടവർ പറയുന്ന പരുഷവാചകങ്ങൾ ശത്രുക്കളെ അമ്പിനേക്കാൾ വേദനാജനകമാണ്. അതുകൊണ്ട് നീയും ഞാനും അവിടെ ഇപ്പോൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ദേവിയുടെ ഉത്തരം സ്പഷ്ടമായിരുന്നു. എനിക്കറിയണം മഹാദേവ, എന്തുകൊണ്ട് അങ്ങയെ ഈ യാഗത്തിന് ക്ഷണിച്ചില്ല? യാഗങ്ങൾ ഫലദായകമാക്കുന്ന മഹാദേവനെ വിളിക്കാതെ എന്തിനാണ് ഈ യാഗം നടത്തുന്നത്? അവിടെ എത്തിയിരിക്കുന്ന സ്വർഗീയ ദേവതമാരുടെയും ഋഷിമാരുടെയും ചിന്താഗതി എന്താണെന്നും എനിക്കറിയണം. എന്റെ അച്ഛൻ എന്തിനാണ് ഈ ദുഷ്ടപ്രവൃത്തിക്ക് മുതിർന്നത് എന്നും എനിക്കറിയണം. അതുകൊണ്ട് മഹാദേവ, എന്നെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ ദേവിക്ക് അനുമതി നൽകുകയാണ്. മനോഹരമായി അലങ്കരിച്ച കാളപ്പുറത്തേറി രാജകീയമായി അണിഞ്ഞൊരുങ്ങി 60,000 ഭൂതഗണങ്ങൾക്കൊപ്പം പോകാൻ മഹാദേവൻ സതീദേവിയെ നിർദ്ദേശിക്കുന്നു. കളങ്കമറ്റ മനസ്സോടെ ശിവഗണങ്ങൾ ജഗന്മാതാവായ സതീദേവിയും കൊണ്ട് ആർത്തുല്ലസിച്ച് യാത്ര തുടങ്ങുകയാണ്.